ഹലോ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ പറമ്പിലേക്ക് വന്നിട്ടാണ് ഇട്ടുള്ളത്. അപ്പോൾ വന്നവാടെ മോള് പേരക്ക പറിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പേരക്ക തൈ എന്ന് പറയുന്നത് നമ്മൾ വെച്ചിട്ട് കുറച്ചേ ആളൂ കേട്ടോ. നമ്മളിത് വാങ്ങുമ്പോൾ തന്നെ ഇതിൽ ചെറിയ ചെറിയ പേരക്ക ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം വലുപ്പം വെച്ചിട്ടുണ്ട്. നല്ല മധുരമുള്ള പേരക്കയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കാണുന്നത് പ്ലാത്തിച്ചക്ക എന്ന് പറയുന്നതിൻ്റെ തെയ്യാണ്. പിന്നെ ഇതൊരു കുഞ്ഞു മാവും തെയ്യാണ്, ഒട്ടുമാവിൻ്റെ തെയ്. പിന്നെ എനിക്ക് കുറച്ച് തെയ്യും കൂടെ നടാനുണ്ട്. അതുകൊണ്ടാണ് നമ്മളിന്ന് പറമ്പിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കൊക്കോൻ്റെ തെയ്യും പിന്നെ നമ്മുടെ സീതാപ്പഴത്തിൻ്റെ തെയ്, മാവും തെയ്, അങ്ങനെ കുറച്ച് തെയ്യുണ്ട് കേട്ടോ. അതായത് നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ മുളപ്പിച്ചെടുത്തതാണ്. കൊക്കോ കൊണ്ടുവന്നപ്പോൾ ഞാൻ അതിൻ്റെ വിത്ത് എടുത്ത് വെച്ചിട്ട് മുളപ്പിച്ചെടുത്ത തെയ്യാണ്. ഇതിപ്പോൾ സക്സസ് ആവുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നട്ടു നോക്കാം. ആദ്യം തന്നെ ഞാനൊരു കൊക്കോൻ്റെ തെയ്യ് നട്ടു കൊടുത്തു. ഇനി കുറച്ച് മാവും തെയ്യും സീതാപ്പഴത്തിൻ്റെ തെയ്യും പിന്നെ 2-3 കൊക്കോൻ്റെ തെയ്യും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം നട്ടു കൊടുക്കണം. അപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ ചിലപ്പോൾ നന്നായിട്ട് വരാനും മതിയല്ലോ. പിന്നെ ഇപ്പോൾ ഈ കാണുന്നത് ചാമ്പങ്ങേൻ്റെ തെയ്യാണ് കേട്ടോ. 2 ആഴ്ച മുന്നേ നമ്മൾ നട്ടു കൊടുത്തതാണ്. പിന്നെ കുറച്ച് മാവും തെയ്യും നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങിയ തെയ്യാണ് കേട്ടോ. ഇത് മോള് നട്ടുകൊടുത്ത തെയ്യാണ് കേട്ടോ. ഇന്ന് വീട്ടിൽ നിന്ന് വരുമ്പോൾ എടുത്ത തെയ്യാണ്. പിന്നെ ഇത് 2 ആഴ്ച മുന്നേ നമ്മൾ നട്ടുകൊടുത്ത അവക്കാഡോൻ്റെ തെയ്യാണ് കേട്ടോ. അപ്പോൾ നല്ല ഉഷാറായിട്ട് വളരുന്നുണ്ട്. അപ്പോൾ ഇതും നമ്മൾ നേഴ്സറിയിൽ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് മാവും തെയ്, ഒരു വർഷം മുന്നേ നട്ട മാവും തെയ്യും പ്ലാവും തെയ്യും പിന്നെ കവുങ്ങും തെയ് അതൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു പറമ്പിൽ. പിന്നെ ഇപ്പോൾ അത്യാവശ്യം നല്ല പോലെ കാട് കയറിയിട്ടുണ്ട്. നല്ല മഴയൊക്കെ അല്ലേ, അപ്പോൾ അത്യാവശ്യം നല്ല കാടൊക്കെ കയറിയിട്ടുണ്ട്. ഇനി ഈ കാടൊക്കെ ഒന്ന് വെട്ടി മാറ്റണം. അതിനുശേഷം വേറൊരു വീഡിയോ കൂടി ഇട്ടു കേട്ടോ. ആ ഒരു വീഡിയോയിൽ പറമ്പിലുള്ള എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റും ഞാൻ ഉൾപ്പെടുത്തിയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇനി എനിക്ക് കുറച്ച് തെയ്യും കൂടെ നടാനുണ്ട്. നമ്മൾ സീതാപ്പഴത്തിൻ്റെ തെയ്യും പിന്നെ കുറച്ച് മാവും തെയ്യും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ വേഗം നട്ടു കൊടുക്കുന്നുണ്ട്. ഇത് സീതാപ്പഴത്തിൻ്റെ തെയ്യാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായ ഒരു തെയ്യാണ്. അതും കൂടെ നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ കാടൊക്കെ കയറിയിട്ടുണ്ട് പറമ്പിൽ. ഇനി ഇതൊക്കെ വെട്ടി മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു മാവും തെയ്യും കൂടെ മാത്രമേ നടാനുള്ളൂ. അതും കൂടെ നട്ടാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ പരിപാടി ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. ബൈ.